നൈറ്റിലൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അത് കുറച്ച് ദിവസം മുന്നത്തെ വ്ളോഗാണ്. അപ്പോൾ അത് മത്തി അയിലയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെച്ച് നമുക്ക് കറി വയ്ക്കണം, വറക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കുക്കിംഗ് കാര്യങ്ങളൊക്കെ രാത്രിയിലാണ്. തലേദിവസത്തെ കറി ഉണ്ടായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ നോയമ്പുടെ സമയമാണ്. അത് കുറച്ചതിന് മുന്നത്തെ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറച്ചി മീനൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ഒരു കൊതി തോന്നുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. സത്യത്തിൽ മത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മത്തിയായിരുന്നു. അതുപോലെ തന്നെ അതിനുള്ളിൽ പനിഞ്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പൊട്ടയായിരുന്നു. എന്തായാലും വേണ്ടില്ല, വേഗം മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി. പിന്നെ അവിടെയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മത്തിയുടെ ഒരു ഉളുമ്പുമാണല്ലേ, അയ്യോ അത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. നമുക്കറിയില്ല, പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ അത് വല്ലാണ്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലോണം ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് തപ്പിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളും കത്തിയും കാര്യങ്ങളും പിന്നെ നമ്മുടെ ആ ഒരു വാഷ് ബേസ് ഒക്കെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഇതാ അരിഞ്ഞ് പെറുക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാണ് കേട്ടോ. മത്തി അങ്ങോട്ട് മുളകിടാം, അയില വറക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ അയില പൊട്ടായിരുന്നു കേട്ടോ. പൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടായിരുന്നു. എന്തായാലും വീട്ടിൽ വറക്കാൻ വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അയിലേക്ക് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പരിചയം ഇതെല്ലാം കൂടെ ചതച്ചതും പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് പൊനച്ച് മാറ്റി വയ്ക്കുക. കുറച്ച് ഉപ്പും മുളകും കൊണ്ട് പിടിച്ചോട്ടെ, മീനോ പൊട്ടയാണല്ലോ. പിന്നെ നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങോട്ട് മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കറിക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് ഉലുവ പൊട്ടിച്ചു. എന്നിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പരിചീരകം ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചത് അങ്ങോട്ട് വാട്ടിയെടുക്കുക. അപ്പം അതിൻ്റെ കൂടെ പച്ചമുളകും വേപ്പിലും എല്ലാം കൂടെ ഉണ്ടാവും. ഒന്നുകൂടെ വഴണ്ടി വന്ന ശേഷം തക്കാളിയും കൂടെ ഇട്ട് അടച്ച് വയ്ക്കുക. തക്കാളി ഒന്ന് വെന്തൊട്ടയണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള പൊടി വേണ്ടിയിട്ട് നല്ല മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒന്ന് പെരന്നെ കുഴച്ചെടുക്കുക. ആ കറിക്കൊരു തിക്കായിരിക്കും, നല്ല ഗ്രേവി, നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ ചെയ്താൽ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി നമ്മുടെ തക്കാളി വെന്തുടയുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കുക വെച്ചാൽ വേഗം മീൻ വറക്കാൻ അപ്പുറത്ത് വെക്കാം കേട്ടോ. അപ്പോൾ പാന് കത്തിച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ അത് മീനൊക്കെ പെറുക്കി ഇട്ട് കൊടുത്ത് കുറച്ചധികം വേപ്പിലിട്ട് കൊടുത്തു. നമ്മുടെ തക്കാളി വെന്തപ്പോൾ അപ്പോൾ ആ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന പൊടിയില്ലേ അതൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് ആ പൊടിയുടെ പച്ചമണം മാറണം, എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ കറിക്ക് ഒരു പച്ചച്ചോയ വരും കേട്ടോ. പിന്നെ അതൊക്കെ ആയി റെഡിയായി. നമ്മൾ പാകത്തിന് പുളി ഒഴിച്ചു, ഉപ്പ് ഇട്ട് നമ്മൾ അടച്ചങ്ങോട്ട് വെക്കുക. അപ്പോഴേക്കും നമുക്ക് കുറച്ചധികം പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ഷട്ടേന്ന് തന്നെ കഴുകി വെക്കുക, അല്ലെങ്കിൽ പിന്നെ പാത്രം കഴുകലിൻ്റെ എണ്ണം കുറച്ച് കഴിയുമ്പോഴേക്കും കൂടി പോകും കേട്ടോ. അപ്പോൾ അത് കയ്യോടെ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഇട്ട് തിളച്ചു. മീൻകറി തിളച്ച് വന്നു. മത്തിക്കുട്ടന്മാരെടുത്ത് പെറുക്കിയിട്ട് കൊടുക്കുക. നമ്മളതൊക്കെ എല്ലാം കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു. കപ്പയുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അത് കാരണം കപ്പയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മുളക് ഇട്ടത്. മത്തിയൊക്കെ പെറുക്കിയിട്ട് ഞാൻ അത് വേവണ സമയം കൊണ്ട് നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ലാസ്റ്റാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 നാഴി അരി ഇട്ടു. അത് കുക്കറിൽ ടപ്പേന്ന് ആയിക്കോളൂ കേട്ടോ. ആ കറി വെന്ത സമയം കൊണ്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്ന സമയം കൊണ്ട് ചോറ് ആയി കിട്ടിക്കോളും. മീനൊക്കെ വറുത്തതൊരു പാത്രത്തിൽ മാറ്റി വെച്ചു. ചോറ് കുക്കറിൽ വെച്ചു. പിന്നെ വേഗം കിച്ചൺ അടിച്ച് വാരി തുടച്ചിടാം. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഇല്ലേ കിച്ചൺ ആകെ രാവിലെ എന്നല്ല മൊത്തത്തിൽ നമുക്കതിങ്ങനെ ഒരു അലമ്പായി കിടക്കും. അപ്പോൾ എനിക്ക് രാത്രിയിൽ കിച്ചൺ എന്ത് കുക്കി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിച്ചൺ അടിച്ച് വാരി തുടച്ച് ക്ലീൻ ആക്കി ഇടണം കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ എന്നാലാണ് എനിക്കൊരു എയിം കിട്ടുള്ള ദിവസം മൊത്തം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു. വേഗം പോയിട്ടൊന്ന് മേല് കഴുകട്ടെ. മേല് കഴുകി വന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.